ഇത്തവണത്തെ യാത്ര തായ്ലൻഡിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ടൊരു യാത്രയാണ്. തായ്ലൻഡിലെ ഫുക്കറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്തവണത്തെ ലക്ഷ്യം. ഫുക്കറ്റ് ആൻഡ് ക്രാബിയാണ് തായ്ലൻഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. ഇനി 2-3 ദിവസം തായ്ലൻഡ് വിശേഷങ്ങൾ മാത്രം. അങ്ങനെ ബോർഡിങ് കഴിഞ്ഞ് വിമാനത്തിൽ കയറുകയാണ്. ഞാൻ ആദ്യം എത്തിയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ എത്തി. അങ്ങനെ യാത്ര തുടങ്ങി. രാത്രി 2 മണിക്ക് കൊച്ചിയിൽ നിന്ന് കയറി നേരെ ഇവിടെ എത്തിയപ്പോഴേക്ക് രാവിലെ 8 മണി, ഇന്ത്യൻ സമയം 8 മണിയാണ്. അപ്പോൾ അത്ര നേരം എത്തി. നേരെ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി നേരെ മേലോട്ട് കയറുകയാണ്. ആദ്യം തന്നെ ഒരു സിം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ 8 ദിവസത്തേക്ക് 619 ബാത്താണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ അതുകൊണ്ട് സിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ മനസ്സോടെ ആണെങ്കിലും മോനൊരു 1000 രൂപ കൊടുത്തിട്ടോ, നോട്ട് കൊടുത്തിട്ടോ. ആദ്യത്തെ ചിലവാക്കുമ്പോൾ നമുക്കൊരു ബേജാറാണ്. 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഒരു 3000 രൂപ വരും ഏകദേശം. അപ്പോൾ അത് കൊടുത്തു. അങ്ങനെ തായ് പോലീസിൻ്റെ ക്ലിയറൻസ് ഉണ്ടാവും. ഇത് നമ്മുടെ ട്രാവൽ ഏജൻറ്റ് നമുക്ക് തരുന്നതാണ്. പോകുമ്പോൾ തന്നെ ഈ ഒരു കടലാസ് അവിടെ കൊടുത്ത ഇമിഗ്രേഷൻ ക്ലിയറൻസിൽ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മളെപ്പോലെ തന്നെ. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം നമ്മളിത് ഏകദേശം ഗേറ്റ് നമ്പർ 2 ഇത് പുറത്തേക്ക് എക്സിറ്റാണ്. അപ്പോൾ എക്സിറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളെ കാത്തു നിന്നിട്ട് നമ്മുടെ ഹോട്ടൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ നിർബന്ധമായിട്ട് ബുക്ക് ചെയ്തിട്ട് എവിടേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ആളുകൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ശ്രീജിത്ത് എന്നുള്ള പേര് എഴുതി. അതവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് തായ്ലൻഡ് എയർപോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ. ജസ്റ്റ് പുറത്തുനിന്നുള്ള വീഡിയോ എടുത്തു. ഇനി നേരെ നമ്മൾ വണ്ടി കയറിയിട്ടൊരു യാത്രയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഫുക്കറ്റ് ടൗൺ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. ചെറിയൊരു വാനിലേക്ക് 6 ആളെയും കൂട്ടിയിട്ട് ഡ്രൈവർ വിൻ യാത്ര തുടരുകയാണ്. നമ്മുടെ ഒരു ടെറൈൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുതുമയൊന്നുമില്ല. നോർമൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ടെറൈനൊക്കെ കാണാറുണ്ട്. ചെറിയൊരു പട്ടണം തന്നെയാണ് ഫുക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഈ സിറ്റി കാണില്ല. പഴയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഇനി നല്ലൊരു യാത്രയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയമെടുക്കും.